നിറഞ്ഞിട്ട് കുറഞ്ഞു പോകുന്ന അനുഗ്രഹങ്ങളല്ല, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾക്ക് നിങ്ങൾ അവകാശികളാകാൻ പോകുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ അതിശക്തമായി നിങ്ങളോട് പറയാൻ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൈവാലോചന ഞാൻ കൈമാറുന്നു. നിറഞ്ഞിട്ട് കുറഞ്ഞു പോകുന്നതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളതെങ്കിൽ, എടുക്കും തോറും തീർന്നു പോകുന്നത്, ഒരു നിറവങ്ങ് വരും, പിന്നീട് അതങ്ങ് തീരും. അങ്ങനെ നിറയുകയും കുറയുകയും ചെയ്യുന്ന കാഴ്ചയ്ക്കപ്പുറത്ത് ഇന്ന് വരെ വെളിപ്പെടാത്ത, നിലനിൽക്കുന്ന, എടുത്താലും അത്ര തന്നെ അവശേഷിക്കുന്ന നിലയിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിലനിൽക്കുന്ന ചില അനുഗ്രഹങ്ങൾ എൻ്റെ കർത്താവ് തുറക്കാൻ പോകുകയാണ്. സ്നേഹം നിറഞ്ഞവരെ, നിലനിൽക്കുന്ന നിറവുകൾക്ക് ദൈവം കണ്ട പാത്രമാണ് നീ. ലോകമെന്നും ഇന്ന് രാവിലെ ഈ ദൈവശബ്ദത്തിന് കാതോർത്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട സഹോദരങ്ങളെയും ഒരുപാട് സന്തോഷത്തോടെ, ഏറെ സ്നേഹത്തോടെ ഇന്നത്തെ പ്രവചനദൂതിലേക്ക് യേശുക്രിസ്തുവിൻ്റെ ശക്തിയും അധികാരവും നിറഞ്ഞ ഉന്നതമായ നാമത്തിൽ സന്തോഷത്തോടെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. എന്നും നിറവ് നിലനിൽക്കേണ്ടതിന് ദൈവം താൻ കണ്ടെത്തിയ ഒരു പാത്രമാണ് നീ. ഈ ഒരു വാക്ക് പരിശുദ്ധാത്മാവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഹൃദയം നന്ദിയാൽ നിറഞ്ഞു. ഞാൻ ആ ദർശനം കാണുന്ന മാത്രയിൽ ദൈവത്തെ സ്തുതിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ. ആ നോക്കുന്ന മാത്രയിൽ ഞാൻ കണ്ട കാഴ്ച, ഒരു വലിയ ഏരിയ നിറയെ ദൈവം വക്കോളം നിറയ്ക്കുവാൻ സജ്ജമാക്കി വെച്ചിരിക്കുന്ന, ദൈവത്തിന് നിറഞ്ഞിരിക്കുന്ന അനുഗ്രഹങ്ങളുടെ നിരവധി പാത്രങ്ങളെ ഞാൻ കണ്ടു. അതിലൊരു പാത്രം ഞാനാണ്, ഒരു പാത്രം നിങ്ങളാണ്, ഒരു പാത്രം ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന മറ്റു പലരുമാണ്. നാം കൂട്ടത്തോടെ നിലനിൽക്കുന്ന ഒരു നിറവിന് അർഹരാകുകയാണ് ഈ രാവിലെ. ദൈവത്തിൻ്റെ കൃപ നമ്മുടെ കുറവുകളിൽ ഇന്ന് രാവിലെ നിറവായി തീരുന്നു. അവിടുത്തെ ശക്തി നമ്മുടെ ബലഹീനതകളിലേക്ക് കരുത്തോടെ ചൊരിയപ്പെടുന്നു. നിത്യവും നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ ജീവിതത്തിൽ പ്രാപിക്കേണ്ടത് അനിവാര്യമാണ്. എങ്ങനെയാണിത് പ്രാപിക്കേണ്ടത്? എങ്ങനെയാണ് ഇതിൻ്റെ രഹസ്യം കണ്ടെത്തുന്നത്? ഈ ഒരു അന്വേഷണം എൻ്റെ ജീവിതത്തിൽ നാളുകളായി ഉണ്ടായിരുന്നു. കാരണം ദൈവത്തിൻ്റെ സന്നിധിയിൽ എനിക്ക് വല്ലപ്പോഴും മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ജീവിതമായിരുന്നില്ല വേണ്ടിയിരുന്നത്. ഇടയ്ക്കിടെ ഒരു സമൃദ്ധിയും അതിനുശേഷം ഒരു കഷ്ടകാലത്തിൻ്റെ ദുരിത സമയങ്ങളുമായിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. ബൈബിൾ എന്നോട് പറയുന്നു, നീ ആഗ്രഹിക്കുന്നതിനാൽ ദൈവം നിന്നെ തൃപ്തിപ്പെടുത്തുമെന്ന്. സങ്കീർത്തനം 20:4. ഹൃദയത്തിലെ ആഗ്രഹങ്ങളെ ദൈവം നൽകും. നമ്മൾ എന്ത് വിശ്വസിക്കുന്നു അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭവിക്കട്ടെ എന്ന് ദൈവം നമ്മെ നോക്കി അനുഗ്രഹിക്കുകയാണ്. അങ്ങനാണെങ്കിൽ എനിക്ക് വിശ്വസിക്കുവാൻ ഇഷ്ടം വറ്റിപ്പോകാത്ത ഉറവകൾ തുറക്കുന്ന ദൈവത്തിൻ്റെ കരുതലിലെ നോക്കിക്കൊണ്ടാണ്. കുറഞ്ഞു പോകാത്ത നിലയിൽ നിറയ്ക്കുന്ന ദൈവത്തിൻ്റെ നിറവിനെ വിശ്വസിക്കുവാനായിരുന്നു എനിക്കിഷ്ടം. അങ്ങനെ വിശ്വസിച്ച് തുടങ്ങിയപ്പോൾ ജീവിതത്തിൽ ആ നിറവ് രൂപപ്പെട്ടു വരുന്നത് ഞാൻ കണ്ടു. അപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചു, ഇത് നിലനിൽക്കണമെങ്കിൽ നീ അനുവർത്തിക്കേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പലരും അനുഗ്രഹിക്കപ്പെടുന്നു, അതിൻ്റെ തൊട്ടടുത്ത അധ്യായത്തിൽ അവരുടെ ജീവിതം പഴയപടിയാകുന്നു. ഇങ്ങനെ അനുഗ്രഹിക്കപ്പെടുകയും പഴയപടിയാവുകയും ചെയ്യുന്ന അവരുടെ ജീവിതത്തിൻ്റെ ന്യൂനത എവിടെയെന്ന് കണ്ടെത്തുന്നതിൽ അനേകർ പരാജിതരാണ്. ദൈവത്തിൻ്റെ മഹാകൃപയാൽ ഇന്നത്തെ പ്രവചനദൂതിൽ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന പ്രവചന രഹസ്യം, ദൈവിക രഹസ്യം എന്ന് പറയുന്നത് ഈ ദൂതിലൂടെ വെളിപ്പെടുന്നു. നിലനിൽക്കുന്നതും നിറവ് വറ്റിപ്പോകാത്തതുമായ ഒരു പാത്രമായി നമ്മുടെ ജീവിതം മാറണമെങ്കിൽ അനുദിനം നാം അനുവർത്തിക്കേണ്ടതായ കാര്യങ്ങൾ എന്തെല്ലാമാണ്? ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യമേ എന്നോട് പറഞ്ഞത്, മോശയിക ഗ്രന്ഥങ്ങളിൽ വെളിപ്പെട്ടു നിൽക്കുന്ന ഇസ്രായേലിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ അകത്തേക്ക് ദൈവത്തിൻ്റെ ആത്മാവിനെ കൂട്ടിക്കൊണ്ടുപോയി. അവിടെയുള്ള ഓരോ ഉപകരണങ്ങളെയും തൊട്ട് കാണിച്ചിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നൊരു വാക്കുണ്ട്, യാഗപീഠത്തിലെ തീ അണഞ്ഞു പോകാൻ പാടില്ല. നാം യഹോവയുടെ ആലയത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെ ഏറ്റവും ആദ്യം നാം കാണുന്ന ഒരു കാഴ്ചയാണ് പാപപരിഹാരത്തിൻ്റെ ബലിവേദിയായിരിക്കുന്ന യാഗപീഠം. അവിടെയാണ് പാപം ചെയ്ത മനുഷ്യർ തങ്ങളുടെ പാപപരിഹാരത്തിന് വേണ്ടി മൃഗങ്ങളെ നിവേദിച്ചിരുന്നത്. ലേവി പുരോഹിതർ അതിനെ അറക്കുകയും അതിൻ്റെ രക്തം അതുവഴി ഒഴുകുകയുമെല്ലാം ചെയ്തിരുന്നതായൊരു പതിവ് അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ യാഗപീഠത്തിൽ എപ്പോഴും അഗ്നി കത്തിപ്പടരുകയാണ്.
അഗ്നി കത്തിപ്പടരുന്ന യാഗവേദിയെ നോക്കി ദൈവം പറയുന്നൊരു വാക്കാണ്, ഇതിലെ തീനാളങ്ങൾ അണഞ്ഞു പോകരുത്. കാരണം ക്രിസ്തുവിലൂടെ ലഭിക്കുന്ന പാപവിമോചനത്തിൻ്റെ അടയാളമാണത്. ഒരു നാളും അതിൻ്റെ ജ്വാല അണയുന്നില്ല. ഏത് തെറ്റ് ചെയ്യുന്നവനും ഏത് അർദ്ധരാത്രിക്കും ഏത് നിമിഷവും യേശുവിലൂടെയുള്ളതായ പാപവിമോചനം പ്രാപിക്കാം എന്നതിൻ്റെ തെളിവാണ് ആ യാഗവേദിയിൽ അനുനിമിഷം ജ്വലിക്കുന്നതായ ദൈവത്തിൻ്റെ അഗ്നി എന്ന് പറയുന്നത്. യാഗവേദിയിലെ അഗ്നിയെക്കുറിച്ച് ദൈവം പറയുന്നത് ഇത് അണയുവാൻ പാടില്ല. നമ്മെ സംബന്ധിച്ചിടത്തോളം ദൈവം നമ്മുടെ ജീവിതത്തിൽ അഗ്നി പോലെ കത്തിജ്വലിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് നമ്മുടെ ജീവിതത്തിൽ അണയുവാൻ പാടില്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ജ്വലിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടെ അനുനിമിഷം കത്തിപ്പടരുക, ജ്വലിച്ച് കയറുക, പ്രകാശം പരത്തുക, തീഷ്ണമായി തീരുക എന്നുള്ള ഉദ്ദേശത്തോടുകൂടെ പകർന്നു തന്നതിനെ അനുനിമിഷം നാം ജ്വലിപ്പിക്കുന്നതിൽ പ്രതിദിനം ശ്രദ്ധിച്ചു കൊണ്ടിരുന്നാൽ നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ അനുഗ്രഹങ്ങളുടെ ഒരു മാരി തന്നെ പെയ്യും. അതിൽ ഒന്നാമത്തെ കാര്യം ദൈവം നമ്മുടെ മേൽ പകരുന്ന കൃപാവരങ്ങളാണ്. പൗലോസ് തിമോത്തിയോട് പറഞ്ഞു, മൂപ്പന്മാരുടെ കൈവെപ്പിനാൽ നിന്നിൽ ലഭിച്ച കൃപാവരത്തെ നീ ഉപേക്ഷയായി വിചാരിക്കാതെ നീ അതിനെ ജ്വലിപ്പിക്കണം. ഇന്ന് രാവിലെ ഒരു ചെറിയ കൃപയെ എന്നിലുള്ളൂ എന്ന് ചിന്തിക്കുന്നവരോട് ഞാൻ പറയുന്നു, നിന്നിൽ ചെറുതെങ്കിലും ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടു. തന്നത് കെട്ടുപോകുന്നതല്ല, നീ അതിനെ ജ്വലിപ്പിക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചാണ് അത് നിന്റെ മേൽ പകർന്നത്. അഗ്നിയുടെ സ്വഭാവമാണ് അണഞ്ഞു പോവുക എന്ന് പറയുന്നത്. അനുനിമിഷം കത്തണമെങ്കിൽ അതിലേക്ക് വിറകുകൾ ഇട്ടുകൊടുക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ അല്ലെങ്കിൽ ഇന്ധനം പകരേണ്ടതായിട്ടുണ്ട്. ഇന്ധനം പകർന്നും വിറക് കത്തിച്ചുമൊക്കെയാണ് നാം അഗ്നിയെ അതിൻ്റെ തീഷ്ണതയിൽ കാത്തു സൂക്ഷിക്കുന്നത്. അതുപോലെ കൃപാവരങ്ങൾ മന്ദഗതിയിലായി പോകാതെ ദൈവത്തിൽ നിന്നും പ്രാപിച്ചത് ജ്വലിച്ചു നിൽക്കുമാർ അതിൻ്റെ മേൽ ആ സ്ഥിതിവിശേഷം എന്നും തീഷ്ണമായി തന്നെ തുടരുമാറ് നാം അതിനെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. യാഗവേദിയിലെ അഗ്നിയെ അണയാതെ കാത്തു സൂക്ഷിക്കുന്നത് പോലെ ദൈവം താൻ നിന്നിൽ പകർന്നിരിക്കുന്ന ശ്രേഷ്ഠതയുടെ കൃപാദാനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ വരമാരികൾ, സ്പിരിച്വൽ ഗിഫ്റ്റുകൾ, അത് ഒരു കാരണവശാലും അത് ചാരം മൂടാൻ അനുവദിക്കാതെ അത് ഏത് കൂരിരുട്ടത്തും ജ്വാലയായി നിൽക്കുവാൻ തക്കവണ്ണം, അന്ധകാരങ്ങൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയാതെ രാത്രിയിൽ ഒരു തീനാളം എങ്ങനെ കത്തിജ്വലിക്കുന്നു അതുപോലെ ഭൂലോകമെങ്ങും വ്യാപരിക്കുന്ന ഇരുളിൻ്റെ അധിനിവേശങ്ങളുടെ നടുവിലും നിന്റെ കൃപ കത്തിജ്വലിച്ച് തന്നെ നിൽക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഈ ദൈവിക ആലോചന പറയുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനോട് പറയുന്നു, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനേകായിരങ്ങളെ ഇന്നത്തെ ഈ ദൈവിക ശബ്ദം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീഷ്ണമായൊരു അഭിഷേകത്തിൻ്റെ ജ്വാലാത്മകമായ അനുഭവത്തിലേക്ക് വിളിക്കുകയാണ്. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ അഗ്നിയുമായി നിങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടക്കുന്നത്. ഇന്നത്തെ ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ആത്മാവ് ചൂടുപിടിക്കും. ഞാൻ ഉരിയിടാതെ ഊമനായിരുന്നു, നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു, എൻ്റെ ഉള്ളിൽ എൻ്റെ സങ്കടം പൊങ്ങി വന്നു, എൻ്റെ ഹൃദയത്തിന് ചൂട് പിടിച്ചു, എൻ്റെ ധ്യാനത്തിങ്കൽ തീ കത്തി, അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു. ഈ നിലയിൽ ദൈവത്തിൻ്റെ തീഷ്ണമായ അഗ്നിസ്പർശനങ്ങളാൽ ജ്വലിക്കുമാറാകുന്ന ചില വ്യക്തികളെ ദൈവത്തിൻ്റെ ആത്മാവിന്ന് തൻ്റെ ദിവ്യമായ വിശുദ്ധിയുടെ അഗ്നി പകർന്ന്, തൻ്റെ കൃപയുടെ അഗ്നിനാളങ്ങൾ അവരുടെ മേൽ പകർന്ന് കരുത്തോടെ പുറത്തു കൊണ്ടുവരികയാണ്. യേശുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേൽ ഇത് സംഭവിക്കട്ടെ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. താങ്ക് യു ലോർഡ് ജീസസ്. അപ്പോൾ യാഗവേദിയിലെ അഗ്നികൾ അണയാതിരിക്കുന്നത് പോലെ ഒരു ദൈവ മനുഷ്യൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പകർന്നു നൽകുന്ന തൻ്റെ കൃപാദാനങ്ങൾ അണഞ്ഞു പോകാതെ അവർ കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഈ ദൈവത്തിൻ്റെ ആലോചന കേൾക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ സ്വരം കേട്ട വ്യക്തികളാണോ നിങ്ങൾ? കർത്താവ് തൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് തൻ്റെ ദൗത്യത്തിനായിട്ട് നിങ്ങളെ വിളിച്ചതാണോ? ദൈവം തൻ്റെ കൃപകൾ നിങ്ങളുടെ മേൽ പകർന്നിട്ടുണ്ടോ? അത് ജ്വലിക്കട്ടെ, അണയാതെ അത് ജ്വലിക്കട്ടെ എന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു. 2, നമ്മിൽ ജ്വലിക്കണമെന്ന്, അഗ്നി പോലെ കത്തിജ്വലിച്ച് നിൽക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്ന രണ്ടാമത്തെ സംഗതി ദൈവസ്നേഹമാണ്. യാതൊരു കാരണവശാലും മന്ദീഭാവിച്ചു പോകാതെ, അണഞ്ഞു പോകാതെ, തീഷ്ണത കുറയാതെ, ജ്വാല കെട്ടുപോകാതെ, ഭംഗി കുറയാതെ, ചാരം മൂടാതെ, ഇരുട്ട് കീഴ്പ്പെടുത്താതെ, അണഞ്ഞു പോകാതെ, പുകയാതെ, അനുനിമിഷം കത്തി ജ്വലിച്ച് ശ്രേഷ്ഠതയോടെ ശോഭിക്കണമെന്നുള്ള നിലയിൽ ദൈവം നമ്മളുടെ ഉള്ളിൽ തന്നോടും സഹവിശുദ്ധരോടുമുള്ളതായ സ്നേഹാനുഭവത്തെ വലുതായി കാണാൻ ആഗ്രഹിക്കുന്നു. പരസ്പരം സ്നേഹിക്കുകയും അപ്പോൾ തന്നെ ദൈവത്തെ സ്നേഹിക്കുകയും ചെയ്തുകൊണ്ട് കർത്താവ്
കർത്താവുമായുള്ള സ്നേഹബന്ധത്തിൻ്റെ തീഷ്ണത അണഞ്ഞു പോകാതെ നമ്മുടെ ഉള്ളിൽ അത് ജ്വലിക്കണമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് ആഗ്രഹിക്കുന്നു. മൂന്നാമത്തെ അഗ്നി എന്ന് പറയുന്നത് ആത്മാവിൻ്റെ നിറവാണ്. കവരവിളക്കിൽ തീജ്വാലകൾ കത്തി നിൽക്കുന്നത് പോലെ, ധൂപപീഠത്തിൽ അനുനിമിഷം പുകയുന്ന പ്രാർത്ഥന എന്ന വിശുദ്ധരുടെ പ്രാർത്ഥന എന്ന ധൂപങ്ങൾ ഉയരുന്നത് പോലെ, യാഗവേദിയിൽ അഗ്നി കത്തി നിൽക്കുന്നത് പോലെ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനാൽ പ്രാപിച്ച ആത്മാവിൻ്റെ നിറവ് അനുനിമിഷം നിറഞ്ഞു തന്നെ നിൽക്കണം. തേജസ്സോടെ നിൽക്കണം. അണഞ്ഞു പോകാൻ അനുവദിക്കരുത്. അത് അനുനിമിഷം തേജസ്സിൻ്റെ മേൽ തേജസ് പ്രാപിച്ച് ക്രിസ്തുവിലേക്ക് താതാത്മ്യപ്പെടുന്ന തേജസ്സിൻ്റെ നിത്യഘനാനുഭവങ്ങളെ പ്രാപിക്കത്തക്കവണ്ണം വളർച്ചയും വികാസവും പ്രാപിച്ചുകൊണ്ടേയിരിക്കണം. ആത്മനിറവ് ഇന്നലേക്കാൾ ഇന്ന് കൂടുതലായിരിക്കണം. പണ്ടെങ്ങോ പ്രാപിച്ചതിൻ്റെ പിന്നാമ്പുറ കഥകൾ ഓർത്തുകൊണ്ടിരിക്കലല്ല, പൂർവ്വകാല ചരിത്രങ്ങളുടെ ഇന്നലകളിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ട് ഇന്നലകളിൽ നടന്ന ഉണർവിനെക്കുറിച്ചുള്ളതായ ആവേശോജ്വലമായ ഓർമ്മകളിൽ സ്മരണകളിൽ നേരം കളയുന്നതിലല്ല, ഇന്നത്തെ ഈ ഒരു വർത്തമാനകാല പരിതസ്ഥിതിയിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ കത്തിജ്വലിപ്പിക്കപ്പെട്ട ആത്മാവിനാൽ പരിശുദ്ധാത്മാവിനാൽ ചുട്ടുപഴുത്തൊരു മനുഷ്യനായി നീ മാറുന്നതിലാണ് നിന്റെ നിയോഗം അതിൻ്റെ കർമ്മപദങ്ങളെ പൂർത്തിയാക്കുന്നതെന്നുള്ളതായ കാര്യം തിരിച്ചറിയണം. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിറവിൽ ജ്വലിക്കുക, അണയരുത്. പ്രതിദിനം ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിനാൽ ജ്വലിക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തേത് ദൈവത്തിൻ്റെ വചനമാണ്. എൻ്റെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിക പോലെയും അത്രേ. ജ്വലിക്കുന്ന വചനാനുഭവങ്ങൾ നമ്മുടെ ഉള്ളിൽ വേണം. എന്നും വചനം നമ്മുടെ ഉള്ളിൽ കത്തി നിൽക്കണം, കത്തി നിൽക്കണം. വചനം തണുത്തുറഞ്ഞു പോകുന്ന അനുഭവമാകരുത്. അഗ്നിജ്വാലയുടെ നാവായി നമ്മുടെ ഉള്ളിലെ വചനാനുഭവങ്ങൾ ലോകത്തോട് ക്രിസ്തുവിനെ സാക്ഷിപ്പാൻ തക്കവണ്ണം അതിൻ്റെ ജ്വലനാത്മകതയിൽ സിംഹഗർജനം കണക്കെ ശോഭിച്ചു നിൽക്കണം. ഇന്ന് ഈ ദൈവിക ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ 4 വിധ ജ്വലനങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ പകരാൻ ആഗ്രഹിക്കുന്നു. 1 കൃപാവരങ്ങളിൽ, 2 ദൈവസ്നേഹത്തിൽ, 3 ആത്മനിറവിൽ, 4 ദൈവവചനത്തിൽ. ഈ 4 ജ്വലനങ്ങൾ അനുദിനം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായേ പറ്റൂ എന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കർശനമായി തന്നെ പറയുന്നു. ഇന്നത്തെ പ്രവചന ദൂതിനകത്ത് മയമില്ലാതെ ഞാൻ പറയട്ടെ, ഈ 4 കാര്യങ്ങളോട് കോംപ്രമൈസ് ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ മേൽ ഇത് ഉണ്ടായേ പറ്റൂ. എന്തുകൊണ്ടെന്നാൽ നീ അനുഗ്രഹിക്കപ്പെടുന്നത് ഇതിനാലാണ്, നീ നന്മ പ്രാപിക്കുന്നത് ഇതിനാലാണ്. നിൻ്റെ ജീവിതത്തിൻ്റെ ഐശ്വര്യത്തിൻ്റെ രഹസ്യ കാതലായ ഭാഗങ്ങൾ ഇതാണ്. ഈ അടിസ്ഥാന ശിലകളിലാണ് നിങ്ങളുടെ നിലനിൽപ്പെന്ന് പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ പ്രിയ പൈതലേ, ഈ 4 കാര്യങ്ങളിൽ ജ്വലിക്കുന്ന ഒരവസ്ഥയെ എത്രയും പെട്ടെന്ന് നിൻ്റെ ജീവിതത്തിൽ നീ ഉറപ്പുവരുത്തുക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളുടെ മേലത് സംഭവിക്കട്ടെ. ഇന്നലെ എൻ്റെ ഓഫീസിൽ എന്നെ കാണാനൊരു സഹോദരനെത്തി. തൻ്റെ ജീവിതത്തിലെ 10-40 വർഷത്തോളം അടുത്ത് നിൽക്കുന്ന ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്ന് പറയുന്നത്. ആത്മനിറവ് എനിക്ക് വേണം. തൻ്റെ മകനെയും കൊണ്ടാണ് അദ്ദേഹം പ്രാർത്ഥിക്കാൻ വന്നത്. ആ കുഞ്ഞിൻ്റെ വിഷയങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ, എൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ എനിക്ക് എൻ്റെ മോൻ്റെ വിഷയത്തെക്കാൾ അടിയന്തരമായൊരു വേദന, ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് വേണമെന്നുള്ളതാണ്. ഞാൻ ആഗ്രഹിച്ചു, എനിക്ക് ആത്മാവിൻ്റെ നിറവ് വേണം. എൻ്റെ 12-ാം വയസ്സ് മുതൽ ഞാൻ പ്രാർത്ഥിച്ചു തുടങ്ങി, എനിക്ക് ഇതുവരെയും കിട്ടിയിട്ടില്ല. എന്നിട്ട് അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ആത്മനിറവ് കിട്ടാത്തതിൻ്റെ സങ്കടം മൂത്ത് ഇടയ്ക്ക് ഞാൻ പ്രാർത്ഥിച്ചു, പിശാചിൻ്റെ ഒരു അഭിഷേകമായാലും എനിക്ക് നിർത്താ, കാരണം ആത്മാവിനെ ഒന്ന് അനുഭവിക്കാൻ വേണ്ടിയാണ് എന്ന്. അതും എനിക്ക് കിട്ടിയില്ല. ദൈവവും എന്നെ നിറച്ചില്ല, സാത്താനും എന്നെ നിറച്ചില്ല. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിനെ കിട്ടിയേ പറ്റൂ. ഞങ്ങൾ അല്പനേരം സംസാരിച്ചു. അദ്ദേഹത്തെ കൊണ്ട് കുറച്ച് കാര്യങ്ങൾ ഏറ്റുപറയിപ്പിച്ചു. പിശാചിൻ്റെ അഭിഷേകങ്ങളല്ല, എനിക്ക് പരിശുദ്ധാത്മാഭിഷേകമാണ് വേണ്ടത്. സാത്താനിൻ്റെ മേൽ യാതൊരു അധികാരവും അവകാശവും ഇല്ല. അത് ആ ദേവദാസൻ്റെ, ആ പ്രിയപ്പെട്ടവൻ്റെ ജീവിതത്തിൻ്റെ ആത്മനിറവിനോടുള്ളതായ അടങ്ങാത്ത അഭിനിവേശ നിമിത്തം അദ്ദേഹം പറഞ്ഞതാണ്. അത് വേണമെന്നുള്ള അർത്ഥത്തിലല്ല. ഞാൻ അതിൻ്റെ യാഥാർത്ഥ അന്തസത്ത മനസ്സിലാക്കുകയാണ്. ചുരുക്കത്തിൽ ആ പ്രിയപ്പെട്ടവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിശക്തിയോടെ ദൈവത്തിൻ്റെ ആത്മാവ് അദ്ദേഹത്തിൻ്റെ മേൽ ഇറങ്ങി വന്നു. നിറകണ്ണുകളോടെ താൻ പൊട്ടിക്കരയുന്ന കാഴ്ചയാണ് ഞാൻ ആദ്യം കണ്ടത്. ദൈവത്തിൻ്റെ ശക്തി തൻ്റെ മേൽ ഇറങ്ങുന്നത് ഞാൻ കണ്ടു.
നല്ല മണിമണിയായ അന്യഭാഷ. എത്ര കാലത്തിന് ശേഷമാണെന്നറിയാവോ ഇങ്ങനെ പെട്ടെന്ന് ആത്മനിറവ് പ്രാപിക്കുമ്പോൾ തന്നെ ഇത്രയും മനോഹരമായ ഒരു സ്പിരിച്വൽ ലാംഗ്വേജ് ഒരു മനുഷ്യൻ പറയുന്നത് കേൾക്കുന്നത് എത്ര മനോഹരമായി. ഞങ്ങളെല്ലാം നിറകണ്ണുകളോടെ ദൈവത്തെ സ്തുതിച്ചു. അത്ര മനോഹരമായൊരു അഭിഷേകം തൻ്റെ മേൽ നടന്നു. ദൈവം നിങ്ങളെയും നിറയ്ക്കാൻ പോകുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ഈ പറയപ്പെട്ട 4 കാര്യങ്ങൾ അടിസ്ഥാന ശിലകളായിരിക്കുക. നിൻ്റെ അനുഗ്രഹത്തിൻ്റെ രഹസ്യം അതാണ്. 2, നിത്യവും അനുഗ്രഹം നിലനിൽക്കണമെങ്കിൽ അനുദിനം നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കുക എന്നുള്ള ഉത്തരവാദിത്വത്തിൽ നിങ്ങൾ ശ്രദ്ധാലുക്കളായിരിക്കണം. 2ാമത്തെ കാര്യം വളരെ ശ്രദ്ധയോടെ കേൾക്കുക. നിത്യവും അനുഗ്രഹം ഉറപ്പുവരുത്തുക. എവിടെയാണ് ഇത് കിട്ടുന്നത്? ക്രിസ്തു നമ്മുടെ ഉള്ളിലാണ് വസിക്കുന്നത്. നമ്മുടെ സ്പിരിറ്റിലാണ് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ നിവാസം ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നത്. നമ്മളുടെ ഈ ശരീരത്തിലൂടെ അകത്തിരിക്കുന്ന ആത്മനിറവിൻ്റെ അനുഭവങ്ങൾ, നമ്മുടെ അകത്തിരിക്കുന്ന സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് നമ്മുടെ നാവ് വഴി പുറത്തേക്ക് വരുമ്പോഴാണ് നമ്മളുടെ ഫിസിക്കൽ വേൾഡിൽ മെറ്റീരിയൽ തിങ്സായി ഈ ബ്ലെസ്സിങ്ങുകൾ പലതും വെളിപ്പെട്ട് വരുന്നത്. അത് വെളിപ്പെടണമെങ്കിൽ പല നിലകളിലാണ് ആ അനുഗ്രഹങ്ങളെ റൂട്ട് ചെയ്യുന്നത്. വാക്കുകൾ കൊണ്ട് പറയാം, അനുഗ്രഹങ്ങൾ പകർന്നു കൊടുക്കുവാൻ കൈകൾ വെക്കാം. കൈവെപ്പിലൂടെ അനുഗ്രഹങ്ങൾ പകരപ്പെടും. കരങ്ങൾ ഉയർത്തുന്നതിലൂടെ അനുഗ്രഹങ്ങളുടെ സാധ്യതകളെ തുറക്കാൻ പറ്റും. ഒരു വീടിനകത്ത് കൈകൾ ഉയർത്തി പ്രാർത്ഥിച്ചാൽ ആ ഭവനത്തിൻ്റെ അകത്തെ അനുഗ്രഹത്തിൻ്റെ ഡോറുകളെ നമുക്ക് അന്തരീക്ഷ മണ്ഡലങ്ങളിൽ തുറന്നു കൊടുക്കാൻ പറ്റും. അതിനെ മറയ്ക്കുന്ന വിവിധ തട്ടുകളായി, മറകളായി ഒരു വ്യക്തിയുടെ തലയ്ക്ക് മീതെ, ഒരു സ്ഥാപനത്തിന് മീതെ, ഒരു ഭവനത്തിന് മീതെ നിൽക്കുന്ന ഒരു, നമുക്കറിയാം, നല്ല വെയിലുള്ളപ്പോൾ അല്ലെങ്കിൽ മഴയുള്ളപ്പോൾ ഒരാൾ കുട ചൂടി നിൽക്കുകയാണെങ്കിൽ പ്രകൃതി മുഴുവൻ പെയ്തിറങ്ങുന്ന ആ ഒരു മഴയായാലും വെയിലായാലും അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ വീഴാതെ അയാൾക്കൊരു മറയുണ്ട് ഇതിനിടയിൽ എന്ന് പറഞ്ഞതുപോലെ അന്ധകാരത്തിൻ്റെ മറകളുണ്ട് ഈ അദൃശ്യ ലോകത്ത്. പല കുടുംബങ്ങൾക്ക് മീതെയും അത്തരത്തിലുള്ളതായ തിരശീലകളുണ്ട്, കറുത്ത തിരശീലകൾ. ഇരുട്ടിൻ്റെ തിരശീലകൾ പലപ്പോഴും ശക്തിയേറിയ അനുഗ്രഹങ്ങൾ പല കുടുംബങ്ങളിൽ ഇറങ്ങുന്നതിന് വിപരീതമായ തടസ്സങ്ങളെ സൃഷ്ടിക്കുമ്പോൾ വിശുദ്ധന്മാരുടെ കൈകൾ ഉയർത്തിയ പ്രാർത്ഥനകൾ ആത്മീക യുദ്ധങ്ങൾ നടത്തി അതിന്മേൽ ജയം കൈവരിച്ച് ആ സ്ഥാനങ്ങളിൽ അനുഗ്രഹങ്ങളെ ടാപ്പ് ചെയ്യുന്നതിൽ അത് ജയമായി മാറും, അതിന് കാരണമായി മാറും. അപ്പോൾ കൈകൾ ഉയർത്തുന്നതിലൂടെ, കൈകൾ വെക്കുന്നതിലൂടെ അനുഗ്രഹങ്ങൾ ഒഴുകുമെന്ന് ഞാൻ പറഞ്ഞു. ചില ശക്തിയുള്ള ദൈവ മനുഷ്യർ ചിലയിടത്ത് കയറി നിന്നാൽ തന്നെ അവിടെ അനുഗ്രഹിക്കപ്പെടും. എൻ്റെ ജീവിതത്തിലൊരു അനുഭവം ഞാൻ പറയാം. പ്രതിദിനം കാണുന്നൊരു കാഴ്ചയാണ്. പലപ്പോഴും ആളും പേരും ഇല്ലാത്തൊരു കടയിൽ ഞങ്ങൾ കയറും. ആ കടയിൽ കയറുന്നത് ചിലപ്പോൾ വസ്ത്രമെടുക്കാനായിരിക്കാം, ഷോപ്പിങ്ങിനായിരിക്കാം, എന്തുമായിക്കൊള്ളട്ടെ, കഴിക്കാനായിരിക്കാം. അവിടെ ചെന്നിരിക്കുമ്പോൾ ആരുമില്ല. പെട്ടെന്ന് വൈഫ് പറയും, ഇപ്പം ആൾക്കാർ നിറയും. സത്യമാണ്. നമ്മളവിടെ ചെന്നിരിക്കുന്ന പാടെ ആ കടയ്ക്കകത്ത് ഇടയില്ലാതെ വേണം ആൾക്കാർ നിറയുന്നൊരു കാഴ്ച ഞാൻ കാണാറുണ്ട്. ഇത് പറഞ്ഞതിൻ്റെ സാരാംശം, നിങ്ങൾ അനുഗ്രഹീതനാണെങ്കിൽ നിങ്ങൾ നിമിത്തം നിങ്ങളുള്ള സ്ഥലം അനുഗ്രഹിക്കപ്പെടും. അതിൻ്റെ ശൂന്യതകൾ മാറും, അതിൻ്റെ ഇല്ലായ്മകൾ മാറും, വല്ലായ്മകൾക്ക് മാറ്റം വരും. നിങ്ങൾ ദൈവത്തിൻ്റെ അനുഗ്രഹ പാത്രങ്ങളാണ്. സ്വർഗത്തിൻ്റെ അനുഗ്രഹങ്ങളെ ക്യാരി ചെയ്യുന്ന ഈ ഭൂമിയിലെ ആ ഒരു ബ്ലെസ്സിങ് ഏജൻസിയാണ് നിങ്ങൾ. എവിടെ ചെന്നാലും നിങ്ങൾക്കത് തുറന്നു കൊടുക്കാൻ പറ്റും. ആ നിലയിൽ ദൈവരാജ്യത്തിൻ്റെ അനുഗ്രഹങ്ങളെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഒരു വക്താവാണ് നിങ്ങൾ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഈ ദൈവിക പ്രവചന ദൂത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിൻ്റെ ഭവനം അനുഗ്രഹിക്കപ്പെടണം എന്ന് നിനക്ക് ആഗ്രഹമുണ്ടോ? നിരന്തരം അനുഗ്രഹങ്ങളെ പ്രഖ്യാപനം ചെയ്താൽ, നിരന്തരം അനുഗ്രഹങ്ങളെ കൈവെപ്പിനാൽ നൽകിയാൽ മാത്രമേ അനുഗ്രഹങ്ങളുടെ നിലനിൽക്കുന്നൊരു അനുഭവത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കത്തുള്ളൂ. അത് സംഭവിക്കണമെങ്കിൽ ഈ പറഞ്ഞതാണ് അതിൻ്റെ റൂട്ട്. കരങ്ങൾ ഉയർത്താം, കരങ്ങൾ സ്പർശിക്കാം, കൈകളെ ഉയർത്താം, നമുക്കവിടെ ചെല്ലാം. എന്നാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു വ്യക്തിയുടെ ജീവിത മേഖലയിൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും നമ്മളുടെ ലൈഫിൽ അനുഗ്രഹങ്ങളെ നമുക്ക് തുറന്നെടുക്കണമെങ്കിൽ നമ്മുടെ ആത്മാവിൽ നിന്നും, നമ്മുടെ മനസ്സ്, നമ്മുടെ ശരീരം വഴി, നമ്മുടെ ശബ്ദമായി വിശ്വാസത്തിൻ്റെ ആ ചാനലിലൂടെ നമ്മൾ നമ്മുടെ അനുഗ്രഹങ്ങളെ പ്രഖ്യാപിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പറയുന്നു, ഞാൻ ദൈവത്തിൻ്റെ പൈതലാണ്. യെസ്, ആ വാക്ക് പറയുമ്പോൾ എൻ്റെ ആത്മാവിൽ ഞാനിരിക്കുന്ന സാഹചര്യത്തിൽ എൻ്റെ സൺഷിപ്പ് ഞാൻ ഡിക്ലെയർ ചെയ്യുകയാണ്. അവിടെ പിതാവിൻ്റെ സാന്നിധ്യം എനിക്ക്
വെളിപ്പെടുത്തി അനുഭവിക്കുമാറ് കർത്താവ് നൽകുകയാണ്. ഞാൻ എൻ്റെ ജീവിത സാഹചര്യത്തെ നിരാശയോടെ നോക്കിയാൽ അവിടെ എനിക്ക് ദുഃഖങ്ങളാണ് പിന്നീട് പറക്കിയെടുക്കാൻ കിട്ടുന്നത്. എന്നാൽ ഞാൻ വളരെ ആത്മാവിൻ്റെ മുൻപ് പറഞ്ഞ ജ്വലനാത്മകതയിൽ നിന്നുകൊണ്ട് എൻ്റെ ലൈഫിനെ തുറന്ന് യേശുവിൻ്റെ നാമത്തിൽ അവിടെ സംഭവിക്കേണ്ട മാറ്റം എന്താണെന്ന് വെച്ചാൽ അതുണ്ടാകട്ടെ എന്ന് അനുഗ്രഹിച്ചാൽ തീർച്ചയായും അനുഗ്രഹങ്ങൾ ഉത്ഭവിക്കപ്പെട്ടു വരുന്നത് കാണാം. ഓരോ ദിവസവും വീട്ടിൽ കഞ്ഞി പാചകം ചോറ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, എന്നും നിങ്ങളുടെ വീട്ടിൽ മോരുകറിയും അച്ചാറും തോരനുമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, മീൻകറി വെക്കുന്നുണ്ടെങ്കിൽ, എന്നും നിങ്ങളുടെ വീട്ടിൽ കട്ടൻ കാപ്പി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, ചായ എടുക്കാറുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ നിരന്തരം ഉണ്ടാക്കേണ്ടതായ സാധനങ്ങൾ രണ്ടാണ്. ഒന്ന് സമാധാനവും, രണ്ട് അനുഗ്രഹവും. സമാധാനം ഉണ്ടാക്കേണ്ടതാണ് എന്ന് യേശു പറഞ്ഞു. സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. സമാധാനമുള്ളിടത്ത് അനുഗ്രഹത്തെ രണ്ടാമത് സ്ഥാപിക്കണം. അനുനിമിഷം ഇങ്ങനെ കടന്നു പോകുന്നതിൻ്റെ ഇടയിൽ നേരം പോക്കായിട്ട് ഇങ്ങനെ പല വിനോദങ്ങളിൽ ഏർപ്പെട്ടിരിക്കുമ്പോൾ, സ്വന്തം ജീവിതം ഇങ്ങനെ മുന്നോട്ട് നമ്മൾ നിയന്ത്രിക്കാത്തത് കൊണ്ട് അത് അതിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പോകുന്നത് കണ്ടിട്ടും തിരിച്ചറിയാതെ ഹതഭാഗ്യന്മാരായി ദുരന്തങ്ങളിലേക്ക് ചെന്ന് വീഴാൻ നിന്ന് കൊടുക്കാതെ ഇന്ന് അതിൻ്റെ സ്റ്റിയറിങ്ങിലൊന്ന് കയറി പിടിക്കുക. എന്നിട്ട് ആ ബ്രേക്കിലൊന്ന് അമർത്തുക. വണ്ടി നിർത്തിയ ശേഷം അടുത്ത മുന്നേറ്റത്തിന് മുൻപായി ധൈര്യത്തോടെ ഒരു പാറ്റേൺ, ഒരു പ്ലാൻ തയ്യാറാക്കുക. ഞാൻ ഇന്ന മേഖലകളിൽ ഈ രീതിയിൽ അനുഗ്രഹിക്കപ്പെടും. നിങ്ങളുടെ അക്കൗണ്ടുകളെ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ പേഴ്സുകളെ കയ്യിലെടുത്തെന്നും അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ വാച്ച് കയ്യിലെടുക്കുമ്പോൾ നിങ്ങളുടെ സമയത്തെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുമ്പോൾ നിങ്ങൾ അവരുടെ തലയിൽ കൈവച്ച് അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളൊരു പുതിയ ഉദ്യമത്തിനായിട്ട് ഇറങ്ങുമ്പോൾ ഇത് നല്ലതായി തീരും, ഇതിലെനിക്ക് വിജയമുണ്ടാകുമെന്നുള്ള നിലയിൽ നിങ്ങളുടെ ഉദ്യമങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ വീടിന് മുൻപിൽ ഇറങ്ങി നിന്ന് നിങ്ങൾ കൈകൾ ഉയർത്തി നിങ്ങളുടെ ഭവനത്തെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ സഭയെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളുടെ മൃഗസമ്പത്തിനെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങൾക്ക് മനോഹരമായ പുഷ്പങ്ങൾ നൽകുന്ന ചെടികളെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? മനോഹരമായ കായ്ഫലങ്ങൾ തരുന്ന നിങ്ങളുടെ ഫലവൃക്ഷങ്ങളെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങൾക്ക് ജോലി തരുന്ന നിങ്ങളുടെ സ്ഥാപനത്തെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? നിങ്ങളിരിക്കുന്ന കസേരയെ, നിങ്ങളിരിക്കുന്ന ആ പൊസിഷനെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേര് ബുദ്ധിമാൻ എന്നാണ്, യഹോവയാൽ അനുഗ്രഹിക്കപ്പെട്ടവനെന്നാണ് നിങ്ങളുടെ പേര്. ഇല്ല എങ്കിൽ നിങ്ങളുടെ പേര് മഠയൻ എന്നാണ്. നിങ്ങൾക്കറിയില്ലത്. പഠിക്കണം, തിരുത്തണം, പ്രാപിക്കണം. ഇത് വിശ്വസിക്കണം. ജീസസ് നിത്യവും അനുഗ്രഹങ്ങളെ ചൊരിയുക. നിത്യവും അനുഗ്രഹങ്ങളെ ചൊരിഞ്ഞാൽ നിത്യവും അനുഗ്രഹങ്ങളെ പ്രാപിപ്പാനുണ്ടാകും. നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുടെ കീ എന്ന് പറയുന്നത് എല്ലാ ദിവസവും അതിനെ ഉപയോഗിക്കുക എന്നതാണ്. കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ, കർത്താവേ എന്നെ അനുഗ്രഹിക്കണേ. നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ വെളിപ്പെടുത്തുവാൻ നീ തുറക്കാതെ, എടുത്തുപയോഗിക്കാതെ പിന്നെ എങ്ങനെ പുതിയത് തരും? ഞാൻ എൻ്റെ പിതാവിനോട് പറയുകയാണ്, പപ്പ എനിക്ക് ഒരു നല്ല 2 ഷർട്ട് മേടിച്ച് തരാമോ? എൻ്റെ ഫാദർ ചോദിക്കുക, ഞാൻ കഴിഞ്ഞ മാസം 2 ഷർട്ട് തന്നില്ലേ, എന്ത് ചെയ്ത്? നീട്ടോ അത്? പിന്നെ ഞാൻ പറഞ്ഞു, ഇല്ല, അത് അലമാരിയിലുണ്ട്, നീ ആദ്യം അതെടുത്തിട്ടെ. മേടിച്ച് തരുന്ന ഉപയോഗിക്കത്തില്ല, പിന്നെ പുതിയത്. എന്തോ ഒരു കാര്യം മനസ്സിലായെന്ന് തോന്നുന്നല്ലോ. നമ്മുടെ ജീവിതത്തിൽ ലഭിച്ചതിനെ വ്യക്തമായി നാം ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട്. പുതിയതിലേക്ക് പോകുന്നതിന് മുമ്പ് നിലവിലുള്ളതിനെ ക്രമീകരിക്കാൻ, ഉപയോഗിക്കാൻ പഠിക്കാം. ആഹാരം കൺമുമ്പിൽ വരുമ്പോൾ മൊബൈലാണോ നിങ്ങളുടെ കയ്യിലുള്ളത്? അതോ അത് മാറ്റിവെച്ചിട്ട് നിങ്ങളുടെ മുൻപിലുള്ള ആഹാരത്തെ ഇങ്ങനെ ശ്രദ്ധയോടുകൂടെ വീക്ഷിച്ചിട്ട് നിങ്ങളുടെ കണ്ണതിലേക്ക് പതിഞ്ഞിട്ട് നിങ്ങളുടെ മനസ്സ് നിറഞ്ഞിട്ട് ദൈവത്തിന് നന്ദി പറയുകയും അതോടുകൂടെ ഈ ആഹാരത്തെ നിങ്ങൾ അനുഗ്രഹിക്കുകയും ചെയ്യാറുണ്ടോ? നിങ്ങളുടെ ഭക്ഷണമേശയെ നീ അനുഗ്രഹിക്കാത്തിടത്തോളം, നിന്റെ അടുക്കളയെ നീ അനുഗ്രഹിക്കാത്തിടത്തോളം നിനക്ക് രുചികരമായതൊന്നും കഴിക്കാൻ പറ്റത്തില്ല. അതിലാരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല.
രാത്രി കിടക്കാൻ ബെഡ്റൂമിലേക്ക് കയറി ചെല്ലുന്നതിന് മുമ്പ് നിങ്ങളുടെ ബെഡ്റൂമിനെ നിങ്ങൾ ബ്ലെസ് ചെയ്യണം. അതിന് അന്തരീക്ഷത്തെ അനുഗ്രഹിക്കണം. അവിടെയാണ് സമാധാനപരമായ സഹശയനങ്ങൾ ഉണ്ടാകുന്നത്. കലഹങ്ങളില്ലാത്ത കിടപ്പറകളെ രൂപപ്പെടുത്തിയെടുക്കുന്നത് വിശുദ്ധന്മാരുടെ ബോധപൂർവമായ തയ്യാറെടുപ്പുകളിലൂടെയാണ്. നിങ്ങളത് പഠിക്കണം. വറുതിയുടെ കാലങ്ങളെത്തുമ്പോൾ നിങ്ങളുടെ കിണറിനെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? മഴ പെയ്യുമ്പോൾ മഴയെ നിങ്ങൾ അനുഗ്രഹിക്കാറുണ്ടോ? കാരണം പെയ്യുന്നതും ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ചിന്തിക്കും, ഇതൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? നീ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്. ദൈവം തൻ്റെ സ്വന്തം രൂപത്തിലും സാദൃശ്യത്തിലുമാണ് നിങ്ങളെ സൃഷ്ടിച്ചത്. അടക്കി വാഴാൻ പറയുന്നതിന് മുൻപ് ദൈവം താൻ സൃഷ്ടിച്ചതിനെ എല്ലാം അനുഗ്രഹിച്ചു. ഉണ്ടായി വരുന്നതിനെ അനുഗ്രഹിക്കുന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. ഏറ്റവും അനുഗ്രഹീതൻ ദൈവമാണല്ലോ, ഏറ്റവും ഉന്നതൻ ദൈവമാണല്ലോ. അവിടുത്തെ ദിവ്യ സ്വഭാവമാണ് അനുഗ്രഹിക്കുക എന്നത്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ അനുഗ്രഹിക്കൂ. അനുഗ്രഹത്തിൻ്റെ ഒരൊറ്റ വചനത്തിന് പോലും വിരുദ്ധമായിട്ടൊരു ചിന്തയോ വാക്കോ നിന്റെ വായിൽ നിന്ന് വീണേക്കരുത്, നിന്റെ ചിന്തയിൽ ഉത്ഭവിച്ചേക്കരുത്. ഞാൻ ഈ പറയുന്ന വാക്ക് കേൾക്കുമ്പോൾ നിഷേധാത്മകത നിങ്ങളുടെ അകത്തുണ്ടെങ്കിൽ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടുകയില്ല. യഹോവ നിന്നെ വാലല്ല തലയാക്കും, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. പ്രൈസ് ഗാഡ്. ഇതിന് ആമേൻ പറഞ്ഞ ബുദ്ധിയുള്ളവർക്കായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മൂന്നാമത്, അനുഗ്രഹങ്ങൾ നിലനിൽക്കണമെങ്കിൽ എന്നും മനസ്സിനെ പുതുക്കുക എന്നുള്ള കർമ്മമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം 1-2 വചനങ്ങളിൽ അത് കാണാം. എന്തിനാണ് എന്നും മനസ്സിനെ പുതുക്കുന്നത്? ഇന്നലെ രാത്രിയിലെ സൂം മീറ്റിങ്ങിൽ ഞാൻ സഭയോട് ആ കാര്യത്തെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് പരാമർശിക്കുകയുണ്ടായി. നിങ്ങളുടെ കയ്യിൽ ഒരു മൊബൈലുണ്ട്. ആ മൊബൈലിൽ ഒരു 10,000-3000 മെസ്സേജുകൾ വന്ന് കിടക്കുന്നു. എങ്ങനെ വായിക്കും? ഒരു 300-400 മിസ് കോളുകൾ വന്ന് കിടക്കുന്നു. എങ്ങനെ അത് കണ്ടെത്തും? ആരാ, എന്താ, ഏതാണെന്ന്? അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിൻ്റെ സ്റ്റോറേജ് ഫുള്ളാകുന്നു, മെമ്മറി ഫുള്ളാകുന്നു. അത് പിന്നീട് ഉപയോഗിക്കണമെങ്കിൽ അത് അപ്ഡേറ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. ഒരു ദിവസം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ 80,000 ചിന്തകളാണ് കടന്നു വരുന്നത്. അധികമായി ചിന്തിക്കുന്നവരുടെ അകത്ത് അത് 1,00,000 ആകും. 2 ദിവസം കൊണ്ട് 2 ലക്ഷം ചിന്ത, 3 ദിവസം കൊണ്ട് 3 ലക്ഷം ചിന്ത, 5 ദിവസം കൊണ്ട് 5 ലക്ഷം ചിന്ത. ഈ ചിന്തകളിൽ 95% ചിന്തകളും നമുക്ക് ഗുണം വരാത്ത കാര്യങ്ങളെക്കുറിച്ചാണ്. ഒരു മാസം 30 ലക്ഷം ചിന്തകൾ അകത്ത് കയറിയിറങ്ങുന്നു. അങ്ങനെ കയറിയിറങ്ങുന്ന ആ ചിന്തകളാൽ നിബിഡമായിരിക്കുന്ന മനസ്സിന് വിശ്വസിക്കാൻ എപ്പോഴാണ് നേരം കിട്ടുക? ദൈവത്തെ ശ്രദ്ധിക്കാൻ എപ്പോഴാ സമയം കിട്ടുക? അനുഗ്രഹിക്കാൻ എപ്പോഴാ പറ്റുക? അത് മറന്നുപോകും. ഇടയ്ക്കിടയ്ക്കൊക്കെ ഓർക്കും, പക്ഷെ അത് വിട്ടുപോകും. അങ്ങനെ വിട്ടും മറന്നും ഓർമ്മിക്കാതെയും പോകാതിരിക്കേണ്ടതിന് കൃത്യമായി ഈ മനസ്സിനെ എവ്രിഡേ പുതുക്കുക. ഡിലീറ്റ് ചെയ്യേണ്ടതിനെ ഡിലീറ്റ് ചെയ്യുക, മറക്കേണ്ടതിനെ മറക്കുക, ക്ഷമിക്കേണ്ടതിനെ ക്ഷമിക്കുക, വിട്ടുകളയേണ്ടതിനെ വിട്ടുകളയുക. രോഷം വെച്ചുകൊണ്ട് ഉറങ്ങരുത്, കോപം വെച്ചുകൊണ്ട് കിടക്കാൻ പോകരുത്. പ്രത്യേകിച്ച് നിങ്ങളുടെ കുടുംബത്തിൽ പറഞ്ഞു തീർക്കാനുള്ളത് പറഞ്ഞു തീർത്തേക്കുക, തോറ്റുകൊടുത്തേക്കുക, സാരമില്ലെന്ന് പറയുക. ഈ ഭൂമിയിലെ ഏറ്റവും മനോഹരമായ വാക്ക് ബന്ധങ്ങളുടെ നടുവിൽ സാരമില്ല എന്ന് പറയുന്നതാണ്. കുഴപ്പമില്ല, സാരമില്ല, പോട്ടെ. ഇങ്ങനെ പറഞ്ഞാൽ ആ ബന്ധം അവിടെ സുദൃഢമാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ നിങ്ങളോട് പറയുന്നു, നിന്റെ മനസ്സിനെ നീ പുതുക്കേണ്ടതായിട്ടുണ്ട്. നാലാമത്തേത്, അവിശ്വാസത്താൽ സംശയിക്കാതെ വിശ്വാസത്താൽ നിന്റെ വാഗ്ദത്തങ്ങളെ പിന്തുടരുക. ഓരോ ദിവസവും സാഹചര്യങ്ങളെ കാണുമ്പോൾ ചിലപ്പോൾ അവിശ്വാസമുണ്ടായേക്കാം. നടക്കുമോ, കിട്ടുമോ എന്നുള്ള ചിന്തയുണ്ടായേക്കാം. മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ സാഹചര്യത്തെ കണ്ടോ മുമ്പിലുള്ള സിറ്റുവേഷൻസിനെ കണ്ടോ അല്ല ലൈഫിനെ ഡിസൈൻ ചെയ്യുന്നത്. നമ്മുടെ പ്രാർത്ഥനയും നമ്മുടെ വിശ്വാസവും ദൈവത്തിൽ മാത്രം, അവിടുത്തെ വചനത്തിൽ മാത്രം അധിഷ്ഠിതമാണ്. വാഗ്ദത്തം ചെയ്തവൻ അത് നിവർത്തിപ്പാൻ ശക്തനാകയാൽ എല്ലാ ദിവസവും വിശ്വസിക്കുക, നിങ്ങളുടെ വിശ്വാസത്തെ പറയുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ സംബന്ധിക്കുന്ന ഡ്രീം ബോർഡുകളുണ്ടെങ്കിൽ, ചിത്രങ്ങളുണ്ടെങ്കിൽ അത് കാണുക. ഇത് നിങ്ങൾ ചെയ്യേണ്ടതാണ്. നിലനിൽക്കുന്ന അനുഗ്രഹങ്ങൾ നിങ്ങളിൽ വളരുവാൻ ഇത് നിങ്ങളെ സഹായിക്കും.
അഞ്ചാമത്തെ കാര്യം, എല്ലാ ദിവസവും നന്ദിയും ആരാധനയും ദൈവത്തിന് കരയറ്റുക. ഒരു താങ്ക്സ് ഗിവിങ് മൈൻഡ് സെറ്റ് എപ്പോഴും ഉണ്ടായിരിക്കണം. ദൈവത്തോട് നന്ദിയുള്ളവനായിരിക്കണം, ആരാധിക്കാൻ കഴിയണം. പ്രാർത്ഥന എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, നന്ദിയും ആരാധനയും ഇല്ല. ആരാധനയ്ക്ക് പോകാമെന്ന് പറഞ്ഞ് ഞായറാഴ്ച ഒരു ദിവസം പള്ളിയിൽ വരും, അല്ലെങ്കിൽ എവിടെയെങ്കിലും കൂട്ടായ്മ ഉള്ളപ്പോൾ മാത്രം വരും. ബാക്കിയുള്ള ദിവസങ്ങളൊക്കെയോ ഞങ്ങൾക്കതില്ല. നിങ്ങളുടെ ലൈഫാണ് ഏറ്റവും വലിയ ആരാധന, അത് അറിയണം. ബാക്കിയുള്ളതെല്ലാം കൂട്ടായ്മകൾ മാത്രമാണ്. മനുഷ്യർ തമ്മിൽ ഒത്തുചേർന്ന് ദൈവത്തെ സ്തുതിക്കുന്ന, പ്രാർത്ഥിക്കുന്ന, വർഷിപ്പ് ചെയ്യുന്ന കൂട്ടായ്മകളാണ്. അവിടെ ആരാധനയുണ്ട്, അവിടെ സ്തുതികളുണ്ട്, സ്തോത്രങ്ങളുണ്ട്. പക്ഷേ അനുനിമിഷം ദൈവസന്നിധിയിൽ ആരാധനാപൂർവം ജീവിക്കുന്ന മനുഷ്യരുടെ സമ്മേളന സ്ഥലമാണത്. അവിടെ വന്നിട്ട് ഞാൻ ആരാധിക്കും എന്ന് ചിന്തിക്കാൻ നിൽക്കരുത്. ഇപ്പോൾ തന്നെ ആരംഭിക്കുക, ഇപ്പോൾ തന്നെ നന്ദി പറയാൻ തീരുമാനിക്കുക. കഴിഞ്ഞ സൺഡേ ചർച്ചിൽ ഞാൻ പറഞ്ഞു, മഹാനായൊരു ദൈവദാസൻ പറഞ്ഞൊരു വാക്ക്, ഒരു ദിവസം 3000 തവണയെങ്കിലും യേശു എന്നൊരു വാക്ക് നിങ്ങൾ ഉരുവിടേണ്ടതായിട്ടുണ്ട്. നാം വഴക്കുണ്ടാക്കിയ സമയങ്ങളിലെല്ലാം ദൈവത്തെ സ്തുതിച്ചിരുന്നെങ്കിലോ, നാം നുണ പറഞ്ഞ സമയത്തൊക്കെ നമ്മൾ സ്തോത്രം പറഞ്ഞിരുന്നെങ്കിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടേനെ. നമ്മൾ പല്ല് കടിച്ച് ദേഷ്യപ്പെട്ട സമയത്തൊക്കെ നമ്മുടെ ജീവിതത്തെ നാം ബ്ലസ് ചെയ്തിരുന്നെങ്കിൽ എത്രത്തോളം ഉയരങ്ങളിലേക്ക് നാം ചെന്നേനെ. തിരിച്ചറിയുക. ആറാമത്തെ കാര്യം, എല്ലാ ദിവസവും പണം നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ടെങ്കിൽ, എന്നും പണം കിട്ടുന്നുണ്ടെങ്കിൽ, അത് ജോലി ചെയ്താകാം, ട്രേഡിങ്ങിലൂടെ ആകാം, ബിസിനസ്സിലൂടെ ആകാം, എക്സ് ഓർ വൈ, ഏത് മെത്തേഡിലൂടെയും ഏത് വഴിയിലൂടെയും നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ, എന്നും കിട്ടുന്നവർ എന്നും ഓഫറിങ് അർപ്പിക്കണം. എന്നും വിത്ത് വിതയ്ക്കുന്നവന് എന്നും കൊയ്ത്തുണ്ടെന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. എല്ലാ ദിവസവും വിതയ്ക്കുന്ന സ്വഭാവം ഉണ്ടാക്കിയെടുക്കുക. ഞാനിത് ഒരുപാട് പേരെ പഠിപ്പിച്ചു. അനേകരിത് ഫോളോ ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർ, സാധാരണക്കാർ, വീട്ടമ്മമാർ. ചിലപ്പോൾ അവർ 50 രൂപയായിരിക്കും, ചിലപ്പോൾ 100 രൂപയായിരിക്കും അവർ മാറ്റി വെക്കുകയാണ്, അവർ അർപ്പിക്കുകയാണ്. ആ അർപ്പണങ്ങളെ ദൈവം ആദരിക്കുന്നു. നിങ്ങൾക്ക് കിട്ടുന്നതിൻ്റെ 10ൽ 1 കുറയാത്ത ദശാംശം എങ്കിലും നിങ്ങൾ മാറ്റി ദൈവത്തിൻ്റെ ശുശ്രൂഷകൾക്കായി സമർപ്പിക്കുക. അതുകൂടാതെ സ്തോത്രാർപ്പണങ്ങളായുള്ളത് നിങ്ങൾക്ക് സാധുക്കളെ സഹായിക്കാനോ ദാനം ചെയ്യാനോ ഉപയോഗിക്കാം. ആലയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ദശാംശങ്ങളെ അർപ്പിക്കാം. അതിലുപരിയായുള്ള സ്തോത്രാർപ്പണങ്ങളാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യാം. എളിയവരെ, നിർധനരെ, അനാഥരെ, യാചകരെ, തകർന്ന ജീവിതമുള്ളവരെ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാം. എന്നാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതിൻ്റെ 10ൽ 1 കൃത്യമായി ദൈവത്തിൻ്റെ സവിധത്തിൽ നിങ്ങൾ വിത്തായിട്ട് കൊടുക്കുവാൻ തീരുമാനിക്കുക. ഈ ദശാംശം എന്ന് പറഞ്ഞൊരു വാക്കിവിടെ ഉച്ചരിക്കുന്നില്ല, അങ്ങനെ പറഞ്ഞതിൽ തെറ്റിദ്ധരിക്കേണ്ട. നിങ്ങൾക്ക് പണം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ പണത്തിൽ നിന്ന് നിശ്ചിതമായത് ഞാൻ ദൈവത്തിനായി നീക്കി വെക്കുന്നു എന്നുള്ളത് നിങ്ങളുടെ തീരുമാനമാണ്. യഹോവയെ നിൻ്റെ ധനം കൊണ്ടും നിൻ്റെ ആദ്യഫലം കൊണ്ടും ബഹുമാനിക്കുക. നിങ്ങൾക്ക് പണത്തോടുകൂടെ കയറി വരുന്ന ദോഷങ്ങളെ തടയാൻ, നിങ്ങളുടെ ജീവിതത്തിൽ കയറി വരുന്ന വ്യാകുലതകളെ, നിരാശകളെ, പലവിധമായിരിക്കുന്ന ദോഷകരമായിരിക്കുന്ന സംഗതികളെ തടയിടാൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും. എന്നും വിതയ്ക്കുന്നവൻ എന്നും കൊയ്യും. ഇത് അനുഭവിച്ച് അറിയണമെങ്കിൽ ചെയ്തു നോക്കണം. നിങ്ങൾ വിതയ്ക്കുക എന്നുള്ളത് മാത്രമാണ് ഞാൻ പറഞ്ഞത്. അതെവിടെയെന്ന് നിങ്ങളുടെ തീരുമാനമാണ്. അടുത്തത് 7ാമത്തെ കാര്യം, വലിയൊരു സ്പിരിച്വൽ പേഴ്സൻ്റെ സ്പിരിച്വൽ കവറേജും ബ്ലെസ്സിങ്ങും എല്ലാ ദിവസവും ഉറപ്പുവരുത്തുക. നമ്മളെല്ലാം ജനിച്ചപ്പോൾ പെട്ടെന്നങ്ങ് വളരുകയായിരുന്നില്ല. നമ്മളെ മുലയൂട്ടാൻ, എടുത്തുകൊണ്ട് നടക്കാൻ, താരാട്ട് പാടാൻ, ഉറക്കാൻ, കുളിപ്പിക്കാൻ, പിച്ച വെക്കുന്ന കാലത്ത് കൈ പിടിച്ച് നടത്താനൊക്കെ ആളുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെക്കാൾ മുതിർന്നവർ കൈത്താങ്ങിയതിനാലാണ് നമ്മൾ വളർന്നു വന്നത്. ഞാൻ സ്വയം ഇങ്ങനായെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. അങ്ങനെയാങ്കിൽ നമ്മളുടെ ലൈഫിൽ വലിയ ഉയരങ്ങളിലേക്കുള്ളതായ നമ്മുടെ ജീവിതയാത്ര, നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളെ സ്വായത്തമാക്കാനുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ഒരു വളർച്ചാഘട്ടം കൃത്യമായി നമ്മളെക്കാൾ ആത്മീക അധികാരവും ദൈവകൃപയും അഭിഷേകവുമുള്ള ഒരു ആത്മീക വ്യക്തിത്വത്തിൻ്റെ തണൽ നമുക്ക് ഉറപ്പാക്കണം. അവരുടെ ഒരു സ്പിരിച്വൽ കവറേജിനെ നമുക്ക് ഉറപ്പുവരുത്തണം. ഇസ്രായേലിന് മോശെ എന്ന ഒരു സ്പിരിച്വൽ കവറേജ് നൽകുന്ന മനുഷ്യനുണ്ട്. അഹരോൻ എന്ന് പറയുന്ന ഒരു അനോയിൻറ്റഡ് ആയിട്ടുള്ള ഒരു വലിയ പുരോഹിതനുണ്ട്. ഇവരുടെ 2 പേരുടെയും ആ അഭിഷേകത്തിൻ്റെ കവറിങ്ങിനകത്ത്
ആ സൊസൈറ്റി സേഫാണ്. ഒരു സഭയെ ഒരു ദൈവദാസൻ കരുതും, കവർ ചെയ്യും. കർത്താവായ യേശു ക്രിസ്തു പിന്തുണയ്ക്കും. കർത്താവിൻ്റെ സംരക്ഷണവും അതോടൊപ്പം തന്നെ ഒരു അഭിഷക്തൻ്റെ ആത്മീകമായ അധികാരത്തിൻ്റെ കവറിങ്ങും നിങ്ങളെ സുരക്ഷിതരാക്കി നിർത്തും. 2, എല്ലാ ദിവസവും ഈ പറയപ്പെടുന്ന നിങ്ങളെ കവർ ചെയ്യുന്ന വ്യക്തിയിൽ നിന്നും ഒരു അനുഗ്രഹം നിങ്ങളിലേക്ക് വരുന്നുണ്ടെന്നുള്ളതായ കാര്യം ഉറപ്പാക്കുക. ഏതെങ്കിലും രീതിയിൽ അവരുമായ ഒരു അറ്റാച്ച്മെൻ്റ് നിലനിർത്തുക. ഇപ്പോൾ നമ്മുടെ സഭയിലാണെങ്കിൽ എല്ലാ ദിവസവും പ്രവചന ദൂതുകൾ നിങ്ങൾക്കുണ്ട്. ഈ ശുശ്രൂഷ എന്നും കാണുന്നവർക്ക് നമ്മുടെ ശുശ്രൂഷയുമായി ഒരു കണക്ഷൻ കിട്ടുകയാണ്. എൻ്റെ ആത്മീകമായ അധികാരത്തിൻ്റെയും ശുശ്രൂഷയുടെയും അഭിഷേകത്തിൻ്റെയും തണലിൽ നിൽക്കുന്നവർക്ക് നിങ്ങൾക്കിതിലൂടെ ആ സംരക്ഷണം ഉറപ്പായിട്ടും ലഭിക്കും. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ സൂം മീറ്റിങ്ങുകളുണ്ട്. എല്ലാ സൺഡേയും നമുക്ക് ആത്മീക ആരാധനകളുണ്ട്. അവിടെ വരികയും സംബന്ധിക്കുകയും ചെയ്യുമ്പോൾ കൃത്യമായും നിങ്ങളെ തൊട്ട് പ്രാർത്ഥിക്കുന്ന ആ സമയത്ത് നിങ്ങളുടെ മേലത് പിന്നെയും ആക്റ്റീവ് ആകുകയാണ്. ദൂരദേശങ്ങളിലുള്ളവർ മാസത്തിൽ ഒന്നെങ്കിലും വരാറുണ്ട്. 2 മാസത്തിൽ 1 വീതം വരുന്നവരുണ്ട്. നിങ്ങളുടെ എല്ലാം ലൈഫിൽ നിങ്ങൾക്കൊരു വളർച്ച വന്നതിന് ശേഷം സംഭവിച്ചു എന്ന് പറയാൻ കാരണം എൻ്റെ അരികിൽ വരുന്ന ഓരോ വ്യക്തിയുടെ മേലും ഞാനൊരു ആത്മീക സംരക്ഷണം ഇടാറുണ്ട്. കർത്താവേ, സൂക്ഷിക്കണം. 2, ദുഷ്ടൻ ഇവരെ തൊടരുത്. ഇവരെ യാതൊരുവിധമായ ഇരുളിൻ്റെ ദുർശക്തികളും സ്പർശിക്കാൻ പാടില്ല. ഇവരുടെ അനുഗ്രഹങ്ങളുടെ മേൽ ഇവർക്ക് വളർച്ച ഉണ്ടാകണം. മനുഷ്യർ സാക്ഷ്യങ്ങളുമായി വരും. ദേവദാസനെ അവസ്ഥ മാറി, ആ വിഷയത്തിന് മാറ്റമുണ്ടായി. റിയൽ ലൈഫ് ചേഞ്ചർ കർത്താവായ യേശുവാണ്. അവിടുന്ന് ആ കാര്യം ചെയ്യുന്നത് ഞാൻ കാണുന്നു. ഇന്ന് നിലനിൽക്കുന്ന അനുഗ്രഹങ്ങളുടെ 7 രഹസ്യങ്ങളാണ് നിങ്ങളോട് പറഞ്ഞത്. കർത്താവ് ഒരിക്കൽ നിറച്ചിട്ട് പിന്നെ ശൂന്യമാകുന്ന പാത്രങ്ങളുമായി ഇരിക്കുന്നവരെ കാണാനല്ല ആഗ്രഹിക്കുന്നത്. തന്നതെന്നും നിലനിർത്താൻ പ്രാപ്തിയുള്ള പൊന്നോമനകളെ കർത്താവിൻ്റെ ആത്മാവ് ഇന്ന് രാവിലെ നോക്കുകയാണ്. ഇന്നത്തെ പ്രവചനദൂത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആധികാരികമായൊരു ഉപദേശമാണ് നൽകുന്നത്. ഈ പ്രോഫറ്റിക്കൽ മെസ്സേജ് നിങ്ങളോട് പറയുന്നത്, നിൻ്റെ അവസ്ഥയെ ഞാൻ മാറ്റും, ഞാൻ നിന്നെ നിലനിൽക്കുന്ന നന്മയ്ക്ക് അവകാശിയാക്കി മാറ്റുമെന്നുള്ളതാണ്. ഈ അനുഗ്രഹീത സന്ദേശത്തിൻ്റെ അകത്ത് നിങ്ങളുടെ ജീവിതത്തെ ഞാനൊന്ന് അനുഗ്രഹിച്ച് പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ മേലിത് ആക്റ്റീവ് ആകണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുക, മുട്ടുമേൽ നിൽക്കുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഈ പ്രാർത്ഥന തുടരുക. സഭയുമായി കോണ്ടാക്ട് ചെയ്യുക. ശുശ്രൂഷകളുമായി ബന്ധപ്പെട്ട് നിൽക്കുക. നിങ്ങളുടെ ഒരു സീഡെങ്കിലും ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ സെൻഡ് ചെയ്യുക. നിശ്ചയമായും നിങ്ങളുടെ മേൽ അതൊരു ബ്ലെസ്സിങ് ആയി മാറും. ഇന്ന് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കുക. ഒരു മാറ്റം നിങ്ങളുടെ മേൽ എങ്ങനെ ഇരിക്കുന്നു എന്നുള്ളത് നിങ്ങൾക്കപ്പോൾ മനസ്സിലാകും. ഇന്നു മുതൽ നിങ്ങളുടെ കാര്യങ്ങൾക്കകത്ത്, ജീവിതത്തിൻ്റെ അകത്ത് ശൂന്യമായതല്ല, നിലനിൽക്കുന്ന ഒരഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ള കാര്യം വളരെ കൃത്യമായി വിശ്വാസത്താൽ കാണുക. ദൈവം നിങ്ങൾക്കായി അത് ചെയ്യും. പ്രാർത്ഥിക്കാം. പിതാവേ, യേശുവിൻ്റെ അധികാരമുള്ള വലിയ നാമത്തിൽ തിരുസന്നിധിയിൽ നിൽക്കുന്ന അങ്ങയുടെ മക്കളെ അവിടുത്തെ ശക്തിയുള്ള നാമം അങ്ങയുടെ ആത്മാവിനാൽ നിറഞ്ഞു ഉപയോഗിച്ച് ഞാൻ അനുഗ്രഹിക്കുന്നു. യഹോശുവ ഹാ മെഷിഹായുടെ നാമത്തിൽ, അതെ, എൻ്റെ കർത്താവും രക്ഷകനുമാം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ, വറ്റുന്ന കിണറുകളായിട്ടല്ല, ഒരു വറുതിക്കും വരൾച്ചയ്ക്ക് തൊടാൻ കഴിയാത്ത, ഒരു വറുതിക്കും ഉറവുകളെ അടയ്ക്കാൻ കഴിയാത്ത, വെള്ളം വറ്റിച്ച് കളയാൻ കഴിയാത്ത, സമൃദ്ധി എന്ന് നിലനിൽക്കുന്നൊരു ജലം, തടാകം പോലെ, കിണർ പോലെ, കുളം പോലെ ഇവരുടെ ജീവിതം ഇന്ന് സമൃദ്ധി കൊണ്ട് നിറയട്ടെ. അതിലൊരു നിലനിൽക്കുന്ന അനുഭവം ഇവർക്കുണ്ടാകട്ടെ. ഒരു സാഹചര്യത്തിലും ഇവർ ഇനി ശൂന്യത അനുഭവിക്കാതെ എന്നും ഇവർ തീഷ്ണതയോടെ നിൽക്കേണ്ടയിടത്ത് ജ്വലനാത്മകമായി നിൽക്കുകയും പുതുക്കം പ്രാപിക്കേണ്ടിടത്ത് പുതുക്കം പ്രാപിക്കുകയും നന്ദിയും ആരാധനയും കരയേറ്റേണ്ടിടത്ത് എന്നും ആ നിലയിൽ നിൽക്കുകയും വിതയ്ക്കേണ്ടിടത്ത് അത് ചെയ്തും ആത്മാവിൻ്റെ അഭിഷേകത്തോട് ചേർന്ന് ആത്മിക സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടിടത്ത് അത് നിർവഹിച്ചും ഇവർ നിൽക്കുവാൻ തക്കവണ്ണം അങ്ങയുടെ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. എന്നിലങ്ങ് പകർന്ന അഭിഷേകത്താൽ
LCPCയുടെ ഓരോ ഫാമിലിയെയും, ഓരോ മെമ്പറിനെയും, ഓരോ അംഗത്തെയും, ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ ഓരോ വ്യക്തികളെയും, പ്രവചനദൂത് കാണുന്ന ഓരോ മക്കളെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഇവരെ സ്പിരിച്വലി പ്രൊട്ടക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കൃപ അവരുടെ മക്കളുടെ മേൽ നിറഞ്ഞിരിക്കുകയാൽ സ്തോത്രം. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കർത്താവിനാലേറെ അനുഗ്രഹീതരായി തീർന്നിരിക്കുന്നു എന്നുള്ള സന്തോഷം കേൾക്കാൻ ഞാൻ കാത്തിരിക്കുന്നു. എല്ലാ ഞായറാഴ്ചയും കോട്ടയം ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഹാളിൽ നമ്മുടെ ആത്മിക ആരാധന നടക്കുകയാണ്. നിങ്ങളെ സന്തോഷത്തോടെ ഞാൻ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ഈ പ്രവചനദൂത് നിങ്ങളോടുള്ളതായ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ആധികാരികമായൊരു ശബ്ദമാണ്. എന്നും നിങ്ങളിത് കേൾക്കുക, ഫോളോ ചെയ്യുക. ഇന്നത്തെ ഈ ശുശ്രൂഷ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് പങ്കുവെക്കാനും നിങ്ങൾ മറക്കരുത്. സമൃദ്ധമായി എൻ്റെ കർത്താവ് നിങ്ങളെ ഇനിയും അനുഗ്രഹിക്കുകയും വിശാലതയിലേക്ക് ഉയർത്തുകയും ചെയ്യട്ടെ. ആമേൻ.